നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. യുകെയിൽ ആൻഡി ബേൺഹാം പ്രധാനമന്ത്രി പദത്തിലേക്ക് ചുവടുറപ്പിച്ചു. രാജിവെച്ച സർ കീർ സ്റ്റാർമറിന് പകരമായി ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ആൻഡി ബേൺഹാം വരണമെന്ന് മഹാഭൂരിപക്ഷം ലേബർ എംപിമാരും നിർദ്ദേശിച്ചു. നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ബേൺഹാമിനെ പിന്തുണച്ച് 322 എംപിമാർ. മത്സരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആൻഡി ബേൺഹാം മാത്രം. ചില ഔപചാരികതകൾ പൂർത്തിയാക്കിയാൽ ഉടൻ ആൻഡി ബേൺഹാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ആൻഡി ബേൺഹാം കളത്തിലിറങ്ങിയതോടെ ഇമേജ് വീണ്ടെടുത്ത് ലേബർ പാർട്ടി. നിഖൽ ഫറാജിന്റെ റിഫോം യുകെ 3ാം സ്ഥാനത്ത്. ഇലക്ടറൽ കാൽക്കുലസ് പുറത്തുവിട്ട സർവേയുടെ അടിസ്ഥാനത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ ലേബർ പാർട്ടിക്ക് 217 സീറ്റുകൾ വരെ ലഭിക്കും. ബ്രിട്ടനിൽ വില കൂടിയ വീടുകൾക്ക് ഏർപ്പെടുത്തുന്ന ഹൈ വാല്യൂ കൗൺസിൽ ടാക്സ് സർചാർജ് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി സർക്കാർ. ആശങ്കയിൽ ലക്ഷക്കണക്കിന് വീട്ടുടമകൾ. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പായാൽ നിലവിൽ നികുതി പരിധിക്ക് പുറത്തുള്ള നിരവധി മധ്യവർഗ കുടുംബങ്ങളും അധിക നികുതിയുടെ പരിധിയിലാകും. റേച്ചൽ റീവ്സ് ഇംഗ്ലണ്ടിൽ 2028 ഏപ്രിൽ മുതൽ അധിക സർചാർജ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് 20 ലക്ഷം പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക്. പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആൻഡി ബേൺഹാം നികുതി കൂടുതൽ വ്യാപിപ്പിച്ച് 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. പുതിയ പരിധി നിലവിൽ വന്നാൽ നികുതി ബാധകമാകുന്ന വീടുകളുടെ എണ്ണം ഏകദേശം 1.27 ലക്ഷത്തിൽ നിന്ന് 2.43 ലക്ഷമായി ഉയരും. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരും. കരാർ വരുന്നതോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ വിലയിൽ കുറവുണ്ടാകാൻ സാധ്യത. കരാറിന്റെ ഭാഗമായി നിലവിൽ 150% ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. 10 വർഷത്തിനുള്ളിൽ നികുതി 40% താഴ്ത്താനും തീരുമാനം. തീരുവ പകുതിയായി കുറഞ്ഞാലും മദ്യവിലയും അതേ തോതിൽ ഉടൻ കുറയുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. വിലക്കുറവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കുമെന്ന് സൂചന. വിലക്കുറവിന്റെ കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത ബോട്ടിൽഡ് ഇൻ ഒറിജിൻ സ്കോച്ച് വിസ്കികൾക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പുതിയ പദ്ധതി തയ്യാറാക്കി ഇറാൻ. ട്രംപിനെ വധിക്കാനുള്ള രഹസ്യാന്വേഷണ വിവരം അമേരിക്കയുമായി പങ്കുവച്ചത് ഇസ്രയേൽ. ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് ഈ ആഴ്ച. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കാം ഇസ്രയേലിന്റെ റിപ്പോർട്ടെന്ന് സംശയം. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1ാം നമ്പർ ലക്ഷ്യം താനാണെന്നും ട്രംപ്. ട്രംപിന്റെ മരണം എന്ന ആവശ്യം ജനക്കൂട്ടം ആർത്ത് വിളിച്ച് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ചർച്ച നടത്തി. ഇറാനിൽ അമേരിക്ക പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലെ US-ന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഭാഗമായുമാണ് ചർച്ചയെന്ന് വ്യക്തമാക്കി US ഉദ്യോഗസ്ഥർ. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദോഗനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇസ്രയേലിന്റെ നിലനിൽപ്പിനെതിരെ നടത്തുന്ന പ്രസ്താവനകളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി നെതന്യാഹു. ഇസ്രയേലിന്റെ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ട്രംപിനോട് വെളിപ്പെടുത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ സഭകൾ, മിഷണറി സംഘടനകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഓഡിറ്റ് നടത്തുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. 3 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുളെ. ബ്രിട്ടീഷ് കാലം മുതൽ മിഷണറിമാരുടെ കൈവശമുള്ള ഭൂമിയും സ്വാതന്ത്ര്യാനന്തരം കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്തും നിയമവിധേയമാണോ എന്ന് പരിശോധിക്കും. പ്രാർത്ഥനാ യോഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഫോർ പീസ് എന്ന കൂട്ടായ്മയുടെ കീഴിലുള്ള 25 ക്രിസ്ത്യൻ സംഘടനകൾ നിവേദനം നൽകിയതിനു പിന്നാലെയാണ് ഓഡിറ്റ് നടത്താനുള്ള തീരുമാനമുണ്ടായത്. നിയമപരമായ രേഖകളുള്ളവർ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മന്ത്രി. മഹാരാഷ്ട്ര വികാസ് അഘാഡിയിൽ തർക്കം രൂക്ഷമാകുന്നു. തർക്കം ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ചേംബറിൽ NCP ശരത് വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ കഴിഞ്ഞ ദിവസം പാർട്ടി യോഗം ചേർന്നതിനെ ചൊല്ലി. സഖ്യകക്ഷിയായ NCP പവാർ വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ശിവസേന ഉദ്ധവ് വിഭാഗം. ശരത് പവാറിന്റെ നടപടി തങ്ങളെ വളരെയധികം വേദനിപ്പിച്ചെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത്. സഞ്ജയ് റൌത്തിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് NCP ശരത് വിഭാഗം വക്താവ് അമോൽ മാച്ചിലെ. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതികാനുമതി നൽകിയ റിപ്പോർട്ടിൽ വൈരുദ്ധ്യമെന്ന വിമർശനം. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അതീവ ദുർബല ഭൂപ്രദേശത്തിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചന. 2019-ലും 2024-ലും പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് 2025-ൽ നൽകിയ പാരിസ്ഥിതികാനുമതി റിപ്പോർട്ടിൽ വ്യക്തം. നിർമ്മാണ ഘട്ടത്തിൽ പാറ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും പാറ തുറക്കുന്നതുൾപ്പെടെ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും വ്യക്തമാക്കിയ റിപ്പോർട്ട്. സർക്കാർ നൽകിയ രേഖകളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന ആഘാതം എത്രയെന്ന് പറയുന്നില്ല എന്നും എക്സ്പെർട്ട് കമ്മിറ്റി. ഇത്രയധികം പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടിയിട്ടും പാരിസ്ഥിതികാനുമതി എങ്ങനെ നൽകിയെന്നതിൽ വ്യാപക വിമർശനം. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപ വിവാദത്തിൽ മറ്റൊരു കരാർ ലംഘനം ഉയർത്തിയ CPIM. നിയമപരമായി MSCക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വാങ്ങാൻ കഴിയില്ല എന്ന് CPIM. കരാർ അനുസരിച്ച് വിഴിഞ്ഞത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി 250 കിലോമീറ്ററിനുള്ളിലുള്ള മറ്റൊരു തുറമുഖത്തിലും നിക്ഷേപം നടത്താനാവില്ല എന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള തുറമുഖത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വിഴിഞ്ഞത്തും പണം നിക്ഷേപിക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥയുള്ളത് കരാറിലെ 5/9 വകുപ്പ് പ്രകാരം.
കൃത്യമായ മറുപടി നൽകാതെ അഴകൊഴമ്പൻ പ്രസ്താവനകൾ നടത്തി കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. നമ്പർ 10 ടൗണിംഗ് സ്ട്രീറ്റിലേക്കുള്ള യാത്രയിൽ ആന്റി ബെർണാം ഒരു ചുവട് കൂടി മുന്നേറിയിരിക്കുകയാണ്. രാജിവെച്ച സർ കീർ സ്റ്റാർമറിന് പകരമായി മഹാഭൂരിപക്ഷം ലേബർ എംപിമാരും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതോടെ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ബെർണാം എത്തുമെന്ന് ഉറപ്പായി. രാജിവെച്ച സർ കീർ സ്റ്റാർമറിന് പകരമായി മഹാഭൂരിപക്ഷം ലേബർ എംപിമാരും ആന്റി ബെർണാമിനെ പിന്തുണയ്ക്കുന്നതോടെ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ബെർണാം എത്തുമെന്ന് ഉറപ്പായി. നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 322 എംപിമാരാണ് ബെർണാമിനെ പിന്തുണച്ചെത്തിയത്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആരംഭിച്ചത്. ഇതുവരെ ആന്റി ബെർണാം മാത്രമാണ് മത്സരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയൊരു എതിരാളി വരികയാണെങ്കിൽ ബെർണാമിന് 323 എംപിമാരുടെ പിന്തുണ നേടേണ്ടി വരും. അതായത് ഇപ്പോൾ പിന്തുണച്ചവരെ കൂടാതെ ഒരു എംപിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മതി എന്നർത്ഥം. വ്യാഴാഴ്ച വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ചില എംപിമാർ കൂടി തങ്ങൾ ബെർണാമിനെയാണ് പാർലമെന്റിൽ പിന്തുണയ്ക്കുക എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആന്റി ബെർണാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നതിന് ഇനി ചില ഔപചാരികതകൾ പൂർത്തിയാക്കുക മാത്രമേ വേണ്ടൂ എന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. മറ്റാരും മത്സര രംഗത്തേക്ക് എത്തിയില്ല എങ്കിൽ ജൂലൈ 20-ന് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചെത്തി പ്രധാനമന്ത്രിയായി അദ്ദേഹം ചരിത്രം കുറിക്കുകയും ചെയ്യും. തന്നെ നാമനിർദ്ദേശം ചെയ്തതിന് ആന്റി ബെർണാം പാർട്ടി എംപിമാരോട് നന്ദി രേഖപ്പെടുത്തി. പാർട്ടിയുടെ വ്യത്യസ്ത കോണുകളിൽ നിന്നും തനിക്ക് പിന്തുണ എത്തി എന്നും ബ്രിട്ടൻ ഒരു പുതിയ രാഷ്ട്രീയ സമീപനം ആവശ്യമാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ദേശിച്ചുള്ള സാമ്പത്തിക നയം, രാജ്യത്തെ വ്യാപകമായുള്ള സാമ്പത്തിക വളർച്ച എന്നിവയാണ് താൻ വാഗ്ദാനം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് മാസത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയവും മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബെർണാം നേടിയ ഉജ്ജ്വല വിജയവുമാണ് സ്ഥാനമൊഴിയാനുള്ള പാർട്ടി എംപിമാരുടെ ആവശ്യം അംഗീകരിക്കാൻ സ്റ്റാർമറെ നിർബന്ധിതനാക്കിയത്. വരുന്ന ബുധനാഴ്ച വരെയാണ് പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 81 ലേബർ എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. 323 നോമിനേഷനുകൾ ലഭിക്കുന്ന വ്യക്തിക്കായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാകാൻ കഴിയുക. അതിനു പുറമെ അടുത്തയാഴ്ച 31 സോഷ്യലിസ്റ്റ് സൊസൈറ്റികളിൽ നിന്നും പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്ത ട്രേഡ് യൂണിയനുകളിൽ നിന്നും നാമനിർദ്ദേശം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ബെർണാമിനെ സംബന്ധിച്ച് ഇത് കേവലം ഒരു ഔപചാരികത മാത്രമായിരിക്കും. നേരത്തെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രതിരോധ മന്ത്രി അൽഫാൻസ് മത്സരിക്കില്ല എന്ന് ബുധനാഴ്ച പ്രഖ്യാപിച്ചതോടെ ബെർണാം അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായി. ആന്റി ബെർണാം കളത്തിലിറങ്ങിയതോടെ ഇമേജ് വീണ്ടെടുത്ത് ലേബർ പാർട്ടി. ഇതോടെ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് നിഖിൽ ഫരാജിന്റെ റിഫോം യുകെക്കാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു മെഗാ അഭിപ്രായ സർവേയിൽ ഫരാജിന്റെ റിഫോം യുകെക്ക് 3-ാം സ്ഥാനത്ത് എത്തുവാനേ കഴിഞ്ഞുള്ളൂ. ഇലക്ട്രൽ കാൽക്കുലസ് പുറത്തുവിട്ട സർവേ ഫലം വിരൽ ചൂണ്ടുന്നത് ബെർണാമിന്റെ കുതിച്ചുചാട്ടമാണ്. നേതൃമാറ്റം ഉറപ്പായതോടെ ഇമേജ് വീണ്ടെടുത്ത ലേബർ പാർട്ടി സർവേയിലും മുന്നിലെന്ന് റിപ്പോർട്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു പൊതുതിരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കുക ലേബർ പാർട്ടിക്കായിരിക്കുമെന്നും അത് പറയുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊതുതിരഞ്ഞെടുപ്പ് നടന്നാൽ ലേബർ പാർട്ടിക്ക് 217 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 151 സീറ്റുകളോടെ കൺസർവേറ്റീവ് പാർട്ടി 2-ാം സ്ഥാനത്തെത്തുമ്പോൾ 127 സീറ്റുകളുമായി റിഫോം യുകെക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വരും. ഗോൾഡ് സ്റ്റാൻഡേർഡ് MRP രീതി അനുസരിച്ച് തന്ത്രപരമായ വോട്ടിംഗും കണക്കിലെടുത്ത് തയ്യാറാക്കിയ സർവേ ഫലത്തിൽ നേരത്തെ മുന്നിലുണ്ടായിരുന്ന റിഫോം യുകെക്ക് വലിയ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. ഇതാദ്യമായി തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള റീസ്റ്റോർ ബ്രിട്ടനെയും സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. റിഫോമിന്റെ വോട്ടുകളിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള കടന്നുകയറ്റം തന്നെയാണ് റീസ്റ്റോർ നടത്തുന്നതെന്നാണ് സർവേയിൽ തെളിയുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു പൊതുതിരഞ്ഞെടുപ്പ് നടന്നാൽ റീസ്റ്റോറിന് കേവലം ഒരു MPയെ മാത്രമേ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും സർവേ ഫലം പറയുന്നു. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും എത്താനാവില്ല എന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് ലേബർ, ലിബറൽ ഡെമോക്രാറ്റുകൾ, ഗ്രീൻ പാർട്ടി എന്നിവ ചേർന്ന ഒരു മഴവിൽ സഖ്യത്തിനാണ്. പുതിയ സർവേയിൽ പറയുന്നത് കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ 30 എംപിമാരെ മാത്രം ലഭിച്ച ഗ്രീൻ പാർട്ടിക്ക് ഇത്തവണ വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ്. മുന്നണി ഭരണം എത്തുന്നതോടെ സ്കോട്ടിഷ് റഫറൻഡം, ആനുപാതിക പ്രാതിനിധ്യ രീതിയിലുള്ള വോട്ടിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾ ബലം പിടിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ജനപിന്തുണയുടെ കാര്യത്തിൽ ലേബർ പാർട്ടിയും റിഫോം യുകെയും 22 പോയിന്റുകൾ വീതം നേടി 1-ാം സ്ഥാനത്തുണ്ട്. 20 പോയിന്റുകളുമായി കൺസർവേറ്റീവ് പാർട്ടി 3-ാം സ്ഥാനത്താണ്. ലിബറൽ ഡെമോക്രാറ്റുകൾ 11 പോയിന്റുകൾ നേടിയപ്പോൾ ഗ്രീൻ പാർട്ടിക്ക് 10 പോയിന്റും റീസ്റ്റോർ ബ്രിട്ടന് 7 പോയിന്റും ലഭിച്ചു. കീർ സ്റ്റാർമറുടെ രാജി പ്രഖ്യാപനത്തിനു ശേഷം ജൂൺ 23 മുതൽ 30 വരെയായിരുന്നു ഈ സർവേക്കായുള്ള ഫീൽഡ് വർക്കുകൾ നടന്നത്. ബ്രിട്ടനിൽ വില കൂടിയ വീടുകൾക്ക് ഏർപ്പെടുത്തുന്ന ഹൈ വാല്യൂ കൗൺസിൽ ടാക്സ് സർചാർജ് കൂടുതൽ വ്യാപിക്കാനുള്ള നീക്കങ്ങൾ ലക്ഷക്കണക്കിന് വീട്ടുടമകളെ ആശങ്കയിലാക്കും. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ നിലവിൽ നികുതി പരിധിക്ക് പുറത്തുള്ള നിരവധി മധ്യവർഗ കുടുംബങ്ങളും അധിക നികുതിയുടെ പരിധിയിലാകും. കഴിഞ്ഞ നവംബറിൽ ധനമന്ത്രി റേച്ചൽ റീവ്സ് ഇംഗ്ലണ്ടിലെ 20 ലക്ഷം പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക് 2028 ഏപ്രിൽ മുതൽ അധിക കൗൺസിൽ ടാക്സ് സർചാർജ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആന്റി ബെർണാം ഈ നികുതി കൂടുതൽ വ്യാപിപ്പിച്ച് 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്.
പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആൻഡി ബെർഹാം ഇംഗ്ലണ്ടിൽ വീടുകൾക്ക് നികുതി കൂടുതൽ വ്യാപിപ്പിക്കുന്ന നടപടിയിൽ 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. നികുതി വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം പുതിയ പരിധി നിലവിൽ വന്നാൽ നികുതി ബാധകമാകുന്ന വീടുകളുടെ എണ്ണം ഏകദേശം 1.27 ലക്ഷത്തിൽ നിന്ന് 2.43 ലക്ഷമായി ഉയരും. ഇതോടെ ലക്ഷത്തിലധികം പുതിയ വീടുകൾ കൂടി അധിക നികുതിക്ക് വിധേയമാകും. പ്രത്യേകിച്ച് ലണ്ടനും സമീപ പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെയാണ് ഈ നീക്കം കൂടുതൽ ബാധിക്കുക. ചില പ്രദേശങ്ങളിൽ 4 ബെഡ്റൂം കുടുംബ വീടുകളുടെ സാധാരണ വിപണി വില തന്നെ 15 ലക്ഷം പൗണ്ടിന് മുകളിലായതിനാൽ ആഡംബര മാളികകളല്ലാത്ത വീടുകളുടെ ഉടമകളും നികുതി പരിധിയിലാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇടത്തരക്കാരായ കുടുംബങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന വിമർശനവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. നിലവിലെ കൗൺസിൽ ടാക്സ് സംവിധാനത്തിന് പകരമായി ഭൂമിയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി പുതിയ ലെവി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. തെക്കൻ ഇംഗ്ലണ്ടിൽ ഭൂമിയുടെ വില രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായതിനാൽ ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇരട്ട സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. പുതിയ 1.5 മില്യൺ പൗണ്ടിന്റെ പരിധി നിലവിൽ വന്നാൽ ലണ്ടനിലെ ചില പ്രദേശങ്ങളിലെ സാധാരണ 4 ബെഡ്റൂം കുടുംബ വീടുകൾ പോലും അധിക നികുതിക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. 2028 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്ന സ്വത്ത് നികുതി പദ്ധതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ അന്തിമ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ ക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന മൂല്യമുള്ള സ്വത്തുക്കൾക്ക് കൂടുതൽ നികുതി ചുമത്തേണ്ടി വരുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഹോം ഓഫീസിന്റെ പുതിയ PR നിയമത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന കുടിയേറ്റക്കാർക്ക് ഇളവുകൾ ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യത നേടുന്നതിന് ബ്രിട്ടനിൽ ഉണ്ടായിരിക്കേണ്ട കാലയളവ് ഇരട്ടിപ്പിക്കുമ്പോൾ പങ്കാളികൾക്കും വൃദ്ധർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ഹോം ഓഫീസിന്റെ പുതിയ PR നിയമത്തിൽ പങ്കാളികൾക്കും വൃദ്ധർക്കും ഇളവ് ലഭിക്കുമെന്ന് റിപ്പോർട്ട്. അതിനോടകം കുടുംബ വരുമാനവും വ്യക്തികളുടെ വരുമാനവും ഒപ്പം സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകാതിരിക്കുന്നത് കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നതും ഇക്കാര്യത്തിൽ പരിഗണിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനുള്ള കാലയളവ് 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കിയത് ഏറെ വിമർശനങ്ങൾ നേരിട്ട നടപടിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷനിൽ ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചിട്ട് ആവശ്യമായ നീക്കുപോക്കുകൾക്ക് തയ്യാറാകുമെന്നാണ് പ്രഭുസഭയിലെ ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഹോം സെക്രട്ടറി പറഞ്ഞത്. മുൻകാല പ്രാബല്യത്തോടെ തന്നെ പുതിയ നിയമം നടപ്പാക്കുമെന്നും അതിൽ ചില വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഇളവുകൾ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ വിലയിൽ കുറവുണ്ടാകാൻ സാധ്യത. കരാറിന്റെ ഭാഗമായി നിലവിൽ 150% ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ കരാറിന്റെ ഭാഗമായി നിലവിൽ 150% സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. തുടർന്ന് 10 വർഷത്തിനുള്ളിൽ ഇത് 40% താഴ്ത്താനാണ് തീരുമാനം. എന്നാൽ തീരുവ പകുതിയായി കുറയുന്നു എന്നതിനാൽ മദ്യവിലയും അതേ തോതിൽ ഉടൻ കുറയുമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉപഭോക്താവ് കടയിൽ നൽകുന്ന അന്തിമ വിലയിൽ ഇറക്കുമതി തീരുവ ഒരു ഘടകം മാത്രമാണ്. സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, വിതരണ വ്യാപാര ലാഭവിഹിതം, ഗതാഗതം, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് ചെലവുകൾ എന്നിവയും വിലനിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ വിലക്കുറവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. ആദ്യഘട്ടത്തിൽ സ്കോച്ച് വിസ്കികളുടെ വിലയിൽ ഏകദേശം 5 മുതൽ 10% വരെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. നികുതി കൂടുതലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കുറവ് ഏകദേശം 5% ഒതുങ്ങാൻ സാധ്യതയുള്ളപ്പോൾ നികുതി കുറവുള്ള ചില സംസ്ഥാനങ്ങളിൽ വിലക്കുറവ് കൂടുതൽ ലഭിക്കാനും സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡിൽ തന്നെ നിർമ്മിച്ച് ലേബൽ ചെയ്ത് കുപ്പിയിലാക്കി ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ബോട്ടിൽഡ് ഇൻ ഒറിജിൻ സ്കോച്ച് വിസ്കികൾക്കാണ് വിലക്കുറവിന്റെ കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത. അതേസമയം ബൾക്കായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ കുപ്പിയിലാക്കുന്ന മദ്യങ്ങൾക്ക് വലിയ മാറ്റം ഉടൻ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. 750 മില്ലി ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ 12 ഇയർ, ഷിവാസ് റീഗൽ 12 ഇയർ തുടങ്ങിയ ബ്രാൻഡുകളുടെ വില 5 മുതൽ 10% വരെ കുറഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഒരു കുപ്പിക്ക് ഏതാനും 100 രൂപ വരെ ലാഭിക്കാനാകും. എങ്കിലും പഴയ സ്റ്റോക്കുകൾ വിറ്റുതീരുകയും പുതിയ ചില സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് ശേഷമേ യഥാർത്ഥ വിലക്കുറവ് വിപണിയിൽ പ്രകടമാകൂ. ഇതിന് 6 മാസം മുതൽ 1 വർഷം വരെ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേണലും CNN-ഉമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ ആഴ്ചയാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് എന്നതാണ് വിവരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചതായി റിപ്പോർട്ട്. ട്രംപിനെ വധിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി US-ന് സ്ഥിരമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ ഇസ്രയേലിൽ നിന്നുള്ള മുന്നറിയിപ്പ് പുതിയതും ഒരു പ്രത്യേക ഗൂഢാലോചനയെക്കുറിച്ചുള്ളതുമായിരുന്നുവെന്ന് US വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കാം
ഇസ്രയേലിന്റെ റിപ്പോർട്ടെന്ന് മറ്റു ചില US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായും CNN വ്യക്തമാക്കി. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ ഒന്നാം നമ്പർ ലക്ഷ്യം താനാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രയേലി രഹസ്യാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വാൾസ്ട്രീറ്റ് ജേണൽ വൈറ്റ് ഹൌസിനോട് പ്രതികരണം തേടിയപ്പോൾ ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇസ്രയേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ട്രംപിന്റെ മരണമെന്ന് ജനക്കൂട്ടം ആർത്ത് വിളിച്ചിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയതിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാശങ്കകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് വരുമ്പോൾ ട്രംപിന്റെ വിമാനം മാറ്റിയിരുന്നു. ഇറാനിൽ അമേരിക്ക പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലെ US-ന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. വ്യാഴാഴ്ച ഇരു നേതാക്കളും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഭാഗമായാണ് ചർച്ചയെന്ന് വ്യക്തമാക്കിയ US ഉദ്യോഗസ്ഥരും ഫോൺ കോൾ നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ US-ന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി വ്യാഴാഴ്ച ഫോണിൽ സംസാരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ സ്ഥിരീകരിച്ചു. ചർച്ചയ്ക്കിടെ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരെ നടത്തുന്ന പ്രസ്താവനകളിൽ നെതന്യാഹു കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേലിന്റെ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ട്രംപിന് മുന്നിൽ ഉന്നയിച്ചു. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് F-35 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വിൽക്കരുതെന്ന് തിങ്കളാഴ്ച നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതോടെ ജോർദാനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്ന മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ സർക്കാർ വക്താവ് മുഹമ്മദ് അൽ മൊമാനി സ്ഥിരീകരിച്ചു. ജോർദാൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗത്ത് ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നൽകി സംസ്ഥാന ഭരണകൂടം. പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി മുതൽ പ്രസിഡന്റ് ഡൊണാൾഡ് J. ട്രംപ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് അറിയപ്പെടും. സൗത്ത് ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നൽകി. പേരുമാറ്റം സംബന്ധിച്ച് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് ഈ വർഷം ആദ്യം ഒപ്പുവെച്ച നിയമനിർമ്മാണമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത്. പ്രസിഡന്റ് ട്രംപിനോടുള്ള ആദര സൂചകമായാണ് സംസ്ഥാന ഭരണകൂടം വിമാനത്താവളത്തിന് ട്രംപിന്റെ പേര് നൽകാൻ തീരുമാനിച്ചത്. അതേസമയം പേരുമാറ്റം തുടർന്നുള്ള വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ആഴ്ചകളെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെയുള്ള വിമാനത്താവള കോഡായ PBI ഓഗസ്റ്റ് 18 ശേഷം DJD എന്ന് മാറുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. വിമാനത്താവളത്തിന് തന്റെ പേര് നൽകിയത് തനിക്ക് ലഭിച്ച വലിയൊരു ബഹുമതിയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ചതും അതിശയകരവുമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നും ട്രംപ് പറഞ്ഞു. പാം ബീച്ചിലെ വോട്ടർമാർക്കും ട്രംപ് നന്ദി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.95 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 95.32 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.02 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.29 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ സഭകൾ, മിഷണറി സംഘടനകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഓഡിറ്റ് നടത്തും. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുളെ 3 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ സഭകൾ, മിഷണറി സംഘടനകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഓഡിറ്റ് നടത്തുന്നതിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുളെ 3 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ബ്രിട്ടീഷ് കാലം മുതൽ മിഷണറിമാരുടെ കൈവശമുള്ള ഭൂമിയും സ്വാതന്ത്ര്യാനന്തരം കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്തും നിയമവിധേയമാണോ എന്നും പരിശോധിക്കും. പ്രാർത്ഥനാ യോഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഫോർ പീസ് എന്ന കൂട്ടായ്മയുടെ കീഴിലുള്ള 25 ക്രിസ്ത്യൻ സംഘടനകൾ നിവേദനം നൽകി ഒരാഴ്ചയ്ക്കകമാണ് ഓഡിറ്റ് നടത്താനുള്ള തീരുമാനമുണ്ടായത്. നിയമപരമായ രേഖകൾ ഉള്ളവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നറിയിച്ച മന്ത്രി ചട്ടലംഘനം നടത്തിയാൽ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കുമെന്നും അറിയിച്ചു. തർക്കഭൂമിയിൽ വീടുകൾ, കോളനികൾ എന്നിവ ഉണ്ടെങ്കിൽ നിയമവകുപ്പിന്റെ ഉപദേശം തേടി നടപടികൾ സ്വീകരിക്കും. സ്കൂൾ, ആശുപത്രി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമി നാസിക് ഡയോസിഷ്യൻസ് ട്രസ്റ്റ് അസോസിയേഷൻ ലിമിറ്റഡ് മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ചേംബറിൽ NCP ശരത് വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ പാർട്ടി യോഗം ചേർന്നതിനെ ചൊല്ലി പ്രതിപക്ഷ സഖ്യമായ മഹാരാഷ്ട്ര വികാസ് അഘാഡിയിൽ തർക്കം രൂക്ഷമാകും.
ശിവസേന ഉദ്ധവ് വിഭാഗമാണ് സഖ്യകക്ഷിയായ NCP പവാർ വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ശരത് പവാറിന്റെ നടപടി തങ്ങളെ വളരെയധികം വേദനിപ്പിച്ചെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ചേംബറിൽ NCP ശരത് വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ പാർട്ടി യോഗം ചേർന്നതിനെ ചൊല്ലി പ്രതിപക്ഷ സഖ്യമായ മഹാരാഷ്ട്ര വികാസ് അഘാഡിയിൽ തർക്കം രൂക്ഷമാക്കി ശിവസേന ഉദ്ധവ് വിഭാഗം സഖ്യകക്ഷിയായ NCP പവാർ വിഭാഗത്തിനെതിരെ രംഗത്തെത്തി. ഞങ്ങളുടെ സർക്കാരിനെ വീഴ്ത്തിയ ഒരു വഞ്ചകന്റെ ഓഫീസിൽ പോയി യോഗം ചേരുന്നത് പവാറിനെ പോലെ മുതിർന്നൊരു നേതാവിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കും. അത് വഞ്ചകരെ മഹത്വവൽക്കരിക്കുന്നതിന് തുല്യമാണ്. യോഗം ചേരാൻ മറ്റു സ്ഥലങ്ങൾ ഇല്ലാതിരുന്നിട്ടാണോ പവാറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടിയെന്നും റാവുത്ത് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ കോംപ്ലക്സിലെ ഏക്നാഥ് ഷിൻഡെയുടെ ചേംബറിൽ ശരത് പവാർ സ്വന്തം പാർട്ടിയുടെ MLA-മാരുമായി യോഗം ചേർന്നത്. തുടർന്ന് ഷിൻഡെയുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്ര കർണാടക അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട സർക്കാർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായാണ് പവാർ നിയമസഭയിൽ എത്തിയിരുന്നത്. അതേസമയം സഞ്ജയ് റാവുത്തിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് NCP ശരത് വിഭാഗം വക്താവ് അമോൽ മറ്റേലെ തിരിച്ചടിച്ചു. പവാർ ഉദ്ധവിനെ കാണുമ്പോൾ അതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഷിൻഡെയെ കാണുമ്പോൾ വഞ്ചകർക്കുള്ള ബഹുമാനവുമായി മാറുന്നത് എങ്ങനെയാണ്? 50 വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള പവാറിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ റാവുത്ത് വളർന്നിട്ടില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. തൃണമൂൽ കോൺഗ്രസ് വിട്ടതോടെ രാജ്യസഭയിൽ നിന്നും രാജിക്കത്ത് നൽകിയ പ്രമുഖ നേതാക്കളായ സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റോയ്, പ്രകാശ് ചിക് ബരേക് എന്നിവരെ ജൂലൈ 24 നടക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 3 നേതാക്കളും BJPയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് വ്യാഴാഴ്ച പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് രാജ്യസഭയിൽ നിന്നും രാജിക്കത്ത് നൽകിയ പ്രമുഖ നേതാക്കളായ സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റോയ്, പ്രകാശ് ചിക് ബരേക് എന്നിവർ BJPയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ ജൂലൈ 24 നടക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി ഇവരെ പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. സാൾട്ട് ലേക്കിലേക്കുള്ള BJP സംസ്ഥാന ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയുടെ സാന്നിധ്യത്തിലാണ് ഇവർ ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെ പാർട്ടിയിലേക്ക് എടുക്കില്ല എന്ന മുൻ നിലപാടിൽ നിന്നും BJP മാറിയതിനെ സമീക് ഭട്ടാചാര്യ ന്യായീകരിച്ചു. ഇതൊരു അപൂർവമായ കൺസെഷൻ ആണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. തൃണമൂൽ നേതാക്കൾക്കായി BJPയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല. എന്നാൽ അഴിമതികളിൽ ഏർപ്പെടാത്തവർ, ജനങ്ങളെ പീഡിപ്പിക്കാത്തവർ, തൊഴിൽ വിൽക്കാത്തവർ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാത്തവർ എന്നിവർക്ക് തൃണമൂലിനെതിരെയുള്ള പോരാട്ടത്തിൽ BJPയോടൊപ്പം ചേരാൻ എപ്പോഴും സ്വാഗതമുണ്ട് എന്നും സമീക് ഭട്ടാചാര്യ വ്യക്തമാക്കി. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതികാനുമതി നൽകിയ റിപ്പോർട്ടിൽ വൈരുദ്ധ്യമെന്ന് വിമർശനം. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അതീവ ദുർബല ഭൂപ്രദേശത്തിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. 2019-ലും 2024-ലും പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് 2025-ൽ നൽകിയ പാരിസ്ഥിതികാനുമതി റിപ്പോർട്ടിൽ പറയുന്നു. അനുമതി നൽകിയ യോഗത്തിൽ 3 അംഗങ്ങൾ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. വയനാട് തുരങ്കപാതയ്ക്കുള്ള പാരിസ്ഥിതികാനുമതി റിപ്പോർട്ടിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അതീവ ദുർബല ഭൂപ്രദേശത്തിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്നുണ്ടായിട്ടും 2019-ലും 2024-ലും പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും പാരിസ്ഥിതികാനുമതി നൽകിയതിൽ വൈരുദ്ധ്യമെന്ന് വിമർശനം. നിർമ്മാണ ഘട്ടത്തിൽ പാറ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും പറയുന്നുണ്ട്. ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും ഗൗരവമായി ചൂണ്ടിക്കാട്ടുന്നതാണ് റിപ്പോർട്ട്. അതീവ പാരിസ്ഥിതിക ദുർബലമായ പ്രദേശങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാർ നൽകിയ രേഖകളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന ആഘാതം എത്രയെന്ന് പറയുന്നില്ല എന്നും എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതോടെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുമെന്ന വിവരവും എടുത്തു പറയുന്നു. ഇത്രയധികം പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടിയിട്ടും പാരിസ്ഥിതികാനുമതി എങ്ങനെ നൽകിയെന്നതിലാണ് ചോദ്യം ഉയർന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിന് 13-അംഗ സമിതി അനുമതി നൽകിയത് എന്നതാണ് ഏറ്റവും ദുരൂഹത ഉയർത്തുന്നത്. അതേസമയം വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അപകട മുന്നറിയിപ്പ് നിർമ്മാണ കമ്പനി അവഗണിച്ചെന്ന വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചുമതലയുള്ള ദിലീപ് വിൽക്കോണിന് ജൂലൈ 14-ന് GSI നൽകിയ റിപ്പോർട്ടായിരുന്നു അവഗണിച്ചത്. സുരക്ഷാ ഭിത്തിയുടെ ഇടതുഭാഗത്ത് വിള്ളൽ ഉണ്ടായിരുന്നുവെന്ന് GSI റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റോക്ക് നെയിലിംഗ് വേണ്ട സ്ഥലത്ത് സോയിൽ നെയിലിംഗ് നടത്തിയതായുള്ള സാങ്കേതിക പിഴവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വെള്ളം വാർന്നു പോകാനുള്ള മതിയായ ദ്വാരങ്ങൾ, വീപ്പ് ഹോൾസ് ഇല്ലാതിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് വ്യക്തമാക്കിയിരുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് ഇതോടെ വ്യക്തമായത്. ഇടിഞ്ഞത് മൺകൂനയല്ല, സുരക്ഷാ ഭിത്തിയാണെന്നും കണ്ടെത്തി. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപ വിവാദത്തിൽ മറ്റൊരു കരാർ ലംഘനം ഉയർത്തി CPIM. നിയമപരമായി MSCക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വാങ്ങാൻ കഴിയില്ല. കരാർ അനുസരിച്ച് വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി 250 കിലോമീറ്ററിലുള്ള മറ്റൊരു തുറമുഖത്തിലും നിക്ഷേപം നടത്താനാവില്ല എന്ന വ്യവസ്ഥയാണ് CPIM സംസ്ഥാന സെക്രട്ടറി
MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപ വിഭാഗത്തിൽ മറ്റൊരു കരാർ ലംഘനം ഉയർത്തി CPIM പിന്നെയും രംഗത്ത്. കരാർ അനുസരിച്ച് വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി 250 കിലോമീറ്ററിലുള്ള മറ്റൊരു തുറമുഖത്തിലും നിക്ഷേപം നടത്താനാവില്ല എന്ന വ്യവസ്ഥയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. കരാറിലെ 5/9 വകുപ്പ് പ്രകാരമാണ് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള തുറമുഖത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വിഴിഞ്ഞത്തും പണം നിക്ഷേപിക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥയുള്ളത്. എന്നാൽ വിഴിഞ്ഞത്ത് നിന്ന് 190 കിലോമീറ്റർ ദൂരത്തുള്ള തൂത്തുക്കുടി തുറമുഖത്തിൽ MSCക്ക് ടെർമിനൽ ഉണ്ട് എന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ കൃത്യമായി മറുപടി നൽകാതെ അഴകൊഴമ്പൽ പ്രസ്താവനകൾ നടത്തി കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അദാനി ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ VD സതീശൻ അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവയുമായുള്ള NDA നേതാക്കളുമായും മംഗലാപുരത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ ബലത്തിലാകാമെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. സർക്കാർ അനുമതിയില്ലാതെ മുന്നോട്ട് പോയ അദാനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെടുന്നു. വിവിധ വകുപ്പുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള താൽക്കാലിക ജീവനക്കാരുടെ കണക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. വിവിധ വകുപ്പ് മേധാവികൾക്ക് പുറമെ പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയോടും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ആവശ്യപ്പെട്ടു. ജൂലൈ 2 നൽകിയ നിർദ്ദേശമായതിനാൽ ഈ മാസം തന്നെ വകുപ്പ് മേധാവികൾ റിപ്പോർട്ട് നൽകേണ്ടി വരും. വിവിധ വകുപ്പുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള താൽക്കാലിക ജീവനക്കാരുടെ കണക്കെടുത്ത് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ വിവിധ വകുപ്പ് മേധാവികൾക്ക് പുറമെ പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയോടും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ആവശ്യപ്പെട്ടു. കരാർ, ദിവസവേതനം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിങ്ങനെ വിവിധ രീതികളിൽ നിയമിച്ചവരുടെ എണ്ണം അതത് വകുപ്പ് മേധാവികളെ അറിയിക്കണം. ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയും നിയമന രീതി, ഉത്തരവും നമ്പറും തീയതിയും ജോലിയിൽ പ്രവേശിച്ച തീയതി എന്നിവ അടങ്ങിയ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. ഓരോ വകുപ്പിലെയും ആകെ താൽക്കാലിക ഉദ്യോഗസ്ഥരുടെ എണ്ണം നിയമന രീതി അനുസരിച്ച് വേർതിരിച്ചു നൽകണം. കഴിഞ്ഞ 2 LDF സർക്കാരുകളുടെ കാലത്ത് നിയമിച്ച ആയിരക്കണക്കിന് പേർ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ് എന്നും ഇതിൽ പലരും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളാണെന്നും ആരോപണം ഉയർന്നിരുന്നു. ചില പ്രൊജക്ടുകളിലും തസ്തികകളിലും ഉയർന്ന ശമ്പള നിരക്കിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നവരുണ്ട്. കരാർ, ദിവസവേതന നിയമനത്തിന്റെ നടപടി പാലിക്കാൻ നിശ്ചിത ദിവസങ്ങളിലെ ഇടവേളകൾക്കു ശേഷം ഇവർക്ക് പുനർനിയമനം നൽകും. അതിനാൽ പുതിയ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. താൽക്കാലിക ജീവനക്കാരുടെ വേതനം 2016 പുതുക്കി നിശ്ചയിക്കുകയും എല്ലാ വർഷവും 5% വീതം വർദ്ധിപ്പിക്കാൻ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. കിടിലൻ സേവുകളുമായി മത്സരത്തിലുടനീളം നിറഞ്ഞുകളിച്ച മൊറോക്കൻ കീപ്പർ യാസിൻ ബോണോയ്ക്ക് പിഴച്ചത് 2 തവണ. 6 മിനിറ്റിനിടെ ആ 2 അവസരങ്ങൾ മുതലാക്കിയ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളിന് കീഴടക്കി ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നു. കിടിലൻ സേവുകളുമായി മത്സരത്തിലുടനീളം നിറഞ്ഞുകളിച്ച മൊറോക്കൻ കീപ്പർ യാസിൻ ബോണോയ്ക്ക് പിഴച്ചു. കഴിഞ്ഞ ലോകകപ്പ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് തോൽപ്പിച്ചത്. ലോകകപ്പിൽ ഫ്രാൻസിന് തുടർച്ചയായ 3ാം സെമി ഫൈനലാണിത്. സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിൽ വിജയികളാകും സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ. 60-ാം മിനിറ്റിൽ കിലിയൻ എംബപ്പയും 66-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലയുമാണ് ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തത്. ഡിസൈൻ ഡ്യൂയുടെ പക്കൽ നിന്ന് അസിസ്റ്റ് സ്വീകരിച്ചാണ് എംബപ്പെ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത്. പെനൽറ്റി ബോക്സിന് ഇടതുഭാഗത്ത് നിന്ന് പ്രതിരോധ നിരക്കാരെ വെട്ടിച്ച് എംബപ്പെ തൊടുത്ത മനോഹരമായ ഒരു റൈറ്റ് ഫൂട്ടഡ് കേളിംഗ് ഷോട്ട് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയെ കാഴ്ചക്കാരനാക്കി വലതുവശത്ത് മൂലയിലേക്ക് കയറുകയായിരുന്നു. ടൂർണമെന്റിൽ എംബപ്പയുടെ 8ാമത്തെ ഗോളായിരുന്നു ഇത്. ലോകകപ്പിലാകെ ഗോൾ എണ്ണം 20 ലയണൽ മെസ്സിക്ക് ശേഷം ലോകകപ്പിൽ 20 ഗോൾ തികയ്ക്കുന്ന 2ാമത്തെ താരമാണ് എംബപ്പെ. 21 ഗോളുകളാണ് മെസ്സിക്കുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ആൻഡി ബേൺഹാം പ്രധാനമന്ത്രി പദത്തിലേക്ക് ചുവടുറപ്പിച്ചു. രാജിവെച്ച സർ കീർ സ്റ്റാർമറിന് പകരമായി ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ആൻഡി ബേൺഹാം വരണമെന്ന് മഹാഭൂരിപക്ഷം ലേബർ MPമാരും നിർദ്ദേശിച്ചു. നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ബേൺഹാമിനെ പിന്തുണച്ച് 322 MPമാർ. മത്സരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആൻഡി ബേൺഹാം മാത്രം. ചില ഔപചാരികതകൾ പൂർത്തിയാക്കിയാൽ ഉടൻ ആൻഡി ബേൺഹാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ആൻഡി ബേൺഹാം കളത്തിലിറങ്ങിയതോടെ MH വീണ്ടെടുത്ത് ലേബർ പാർട്ടി. നിഖൽ ഫറാജിന്റെ റിഫോം UK 3ാം സ്ഥാനത്ത്. ഇലക്ടറൽ കാൽക്കുലസ് പുറത്തുവിട്ട സർവേയുടെ അടിസ്ഥാനത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ ലേബർ പാർട്ടിക്ക് 217 സീറ്റുകൾ വരെ ലഭിക്കും. ബ്രിട്ടനിൽ വില കൂടിയ വീടുകൾക്ക് ഏർപ്പെടുത്തുന്ന ഹൈ വാല്യൂ കൗൺസിൽ ടാക്സ് സർചാർജ് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി സർക്കാർ. ആശങ്കയിൽ ലക്ഷക്കണക്കിന് വീട്ടുടമകൾ. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പായാൽ നിലവിൽ നികുതി പരിധിക്ക് പുറത്തുള്ള നിരവധി മധ്യവർഗ കുടുംബങ്ങളും അധിക നികുതിയുടെ പരിധിയിലാകും. റേച്ചൽ റീവ്സ് ഇംഗ്ലണ്ടിൽ 2028 ഏപ്രിൽ മുതൽ അധിക സർചാർജ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് 20 ലക്ഷം പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക്. പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആൻഡി ബേൺഹാം നികുതി കൂടുതൽ വ്യാപിപ്പിച്ച് 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. പുതിയ പരിധി നിലവിൽ വന്നാൽ നികുതി ബാധകമാകുന്ന വീടുകളുടെ എണ്ണം ഏകദേശം 1.27 ലക്ഷത്തിൽ നിന്ന് 2.43 ലക്ഷമായി ഉയരും. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരും. കരാർ വരുന്നതോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ വിലയിൽ കുറവുണ്ടാകാൻ സാധ്യത.
കരാറിന്റെ ഭാഗമായി നിലവിൽ 150% ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. 10 വർഷത്തിനുള്ളിൽ നികുതി 40% താഴ്ത്താനും തീരുമാനം. തീരുവ പകുതിയായി കുറഞ്ഞാലും മദ്യവിലയും അതേ തോതിൽ ഉടൻ കുറയുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. വിലക്കുറവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കുമെന്ന് സൂചന. വിലക്കുറവിന്റെ കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത ബോട്ടിൽഡ് ഇൻ ഒറിജിൻ സ്കോച്ച് വിസ്കികൾക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പുതിയ പദ്ധതി തയ്യാറാക്കി ഇറാൻ. ട്രംപിനെ വധിക്കാനുള്ള രഹസ്യാന്വേഷണ വിവരം അമേരിക്കയുമായി പങ്കുവച്ചത് ഇസ്രയേൽ. ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് ഈ ആഴ്ച. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കാം ഇസ്രയേലിന്റെ റിപ്പോർട്ടെന്ന് സംശയം. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണെന്നും ട്രംപിന്റെ മരണം എന്ന ആവശ്യം ജനക്കൂട്ടം ആർത്തി വിളിച്ച് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ചർച്ച നടത്തി. ഇറാനിൽ അമേരിക്ക പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലെ US-ന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഭാഗമായുമാണ് ചർച്ചയെന്ന് വ്യക്തമാക്കി US ഉദ്യോഗസ്ഥർ. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദോഗനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരെ നടത്തുന്ന പ്രസ്താവനകളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി നെതന്യാഹു. ഇസ്രായേലിന്റെ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ട്രംപിനോട് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ സഭകൾ, മിഷണറി സംഘടനകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഓഡിറ്റ് നടത്തുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. 3 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുളെ. ബ്രിട്ടീഷ് കാലം മുതൽ മിഷണറിമാരുടെ കൈവശമുള്ള ഭൂമിയും സ്വാതന്ത്ര്യാനന്തരം കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്തും നിയമവിധേയമാണോ എന്ന് പരിശോധിക്കും. പ്രാർത്ഥനാ യോഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഫോർ പീസ് എന്ന കൂട്ടായ്മയുടെ കീഴിലുള്ള 25 ക്രിസ്ത്യൻ സംഘടനകൾ നിവേദനം നൽകിയതിനു പിന്നാലെയാണ് ഓഡിറ്റ് നടത്താനുള്ള തീരുമാനമുണ്ടായത്. നിയമപരമായ രേഖകളുള്ളവർ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മന്ത്രി. മഹാരാഷ്ട്ര വികാസ് അഘാഡിയിൽ തർക്കം രൂക്ഷമാകുന്നു. തർക്കം ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ചേംബറിൽ NCP ശരത് വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ കഴിഞ്ഞ ദിവസം പാർട്ടി യോഗം ചേർന്നതിനെ ചൊല്ലി. സഖ്യകക്ഷിയായ NCP പവാർ വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ശിവസേന ഉദ്ധവ് വിഭാഗം. ശരത് പവാറിന്റെ നടപടി തങ്ങളെ വളരെയധികം വേദനിപ്പിച്ചെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത്. സഞ്ജയ് റൌത്തിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് NCP ശരത് വിഭാഗം വക്താവ് അമോൽ മാച്ചിലെ. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതികാനുമതി നൽകിയ റിപ്പോർട്ടിൽ വൈരുദ്ധ്യമെന്ന വിമർശനം. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള അതീവ ദുർബല ഭൂപ്രദേശത്തിലൂടെയാണ് പാത കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചന. 2019-ലും 2024-ലും പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെന്ന് 2025-ൽ നൽകിയ പാരിസ്ഥിതികാനുമതി റിപ്പോർട്ടിൽ വ്യക്തം. നിർമ്മാണ ഘട്ടത്തിൽ പാറ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും പാറ തുറക്കുന്നതുൾപ്പെടെ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും വ്യക്തമാക്കിയ റിപ്പോർട്ട്. സർക്കാർ നൽകിയ രേഖകളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന ആഘാതം എത്രയെന്ന് പറയുന്നില്ല എന്നും എക്സ്പെർട്ട് കമ്മിറ്റി. ഇത്രയധികം പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടിയിട്ടും പാരിസ്ഥിതികാനുമതി എങ്ങനെ നൽകിയെന്നതിൽ വ്യാപക വിമർശനം. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപ വിവാദത്തിൽ മറ്റൊരു കരാർ ലംഘനം ഉയർത്തിയ CPIM. നിയമപരമായി MSCക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വാങ്ങാൻ കഴിയില്ല എന്ന് CPIM. കരാർ അനുസരിച്ച് വിഴിഞ്ഞത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി 250 കിലോമീറ്ററിനുള്ളിലുള്ള മറ്റൊരു തുറമുഖത്തിലും നിക്ഷേപം നടത്താനാവില്ല എന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള തുറമുഖത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വിഴിഞ്ഞത്തും പണം നിക്ഷേപിക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥയുള്ളത് കരാറിലെ 5/9 വകുപ്പ് പ്രകാരം. കൃത്യമായി മറുപടി നൽകാതെ അഴകൊഴമ്പൻ പ്രസ്താവനകൾ നടത്തി കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും MV ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു.